കോഴിക്കോട്ടെ മത്സ്യത്തൊഴിലാളികൾക്കിടയിലെ ആദ്യ കോർപ്പറേഷൻ കൗൺസിലറായി മാറിയിരിക്കുകയാണ് വെസ്റ്റ് ഹിൽ ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട LDF പ്രതിനിധി MK മഹേഷ്. CITU മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ് മഹേഷ്. ഞങ്ങളെത്തുമ്പോൾ കോയാർ റോഡ് കടപ്പുറത്ത് വലയെറിയുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ നിയുക്ത കൗൺസിലർ MK മഹേഷ്. കോർപ്പറേഷന്റെ 72ാം ഡിവിഷനായ വെസ്റ്റ് ഹില്ലിൽ നിന്നാണ് മഹേഷ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ കഴിഞ്ഞ 10 വർഷമായി CPM പ്രചാരകനായി അറിയപ്പെടുന്ന മഹേഷ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിയായിരുന്നു പ്രചാരണം നടത്തിയത്. നേരത്തെ CPI കൈവശം വെച്ചിരുന്ന വാർഡിൽ ഇത്തവണ CPM പ്രതിനിധിയായി മത്സരിച്ച് ജയിച്ച് കോർപ്പറേഷനിലെത്തുകയും ചെയ്തു. തീരദേശത്തിലെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തപ്പോൾ പുളിമൂട്ട് നിർമ്മാണം ഇപ്പോൾ തീരദേശ മേഖല മാത്രമല്ല എൻ്റെ വാർഡുള്ളത്. ഈ വാർഡിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തന അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള നല്ല ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനം ഈ 5 വർഷക്കാലം നല്ലോണം ഉണ്ടായി. ബേപ്പൂർ മുതൽ എലത്തൂർ വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ തീരമേഖലയിൽ നിന്ന് ആദ്യമായാണ് ഒരു മത്സ്യത്തൊഴിലാളി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഈ മേഖല നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവുമെന്ന ഉറച്ച വിശ്വാസം മഹേഷിനുണ്ട്. ഫുട്ബോൾ പ്രേമിയും ടൂർണമെൻറ്റ് സംഘാടകനും കൂടിയാണ് ഈ യുവസാരഥി. ജനപ്രതിനിധിയാണെങ്കിലും ഉപജീവനത്തിനായി കോയാർ റോഡ് കടപ്പുറത്ത് വലയെറിഞ്ഞും മത്സ്യത്തൊഴിലാളികളിൽ ഒരാളായി മീൻ പിടിച്ചും മുന്നോട്ടു പോകുമെന്നാണ് മഹേഷ് പറയുന്നത്. തങ്ങളിലൊരാൾ കൗൺസിലറായി എത്തിയതോടെ തീരദേശവാസികൾ വലിയ പ്രതീക്ഷയിലാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെയും ശാന്തിനഗർ കോളനിവാസികളുടെയും ഒട്ടേറെ ആവശ്യങ്ങൾ നടപ്പിലാക്കാനുണ്ട്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1 കോഴിക്കോട്.